ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ നമ്മുടെ ഷീറ്റിൻ്റെ മതിൽ ഉണ്ടാക്കാനായിട്ട് ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി അത് അവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കോഴിക്കൂടിൻ്റെ അതേ ആ ഒരു വശത്തായിട്ട് ഇങ്ങനെ ഷീറ്റ് ചാരി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇനി അങ്ങനെ ചാരി വെച്ചതിന് ശേഷം അത് സ്ക്രൂ ചെയ്യും കേട്ടോ. എളുപ്പമാണ് കേട്ടോ ഈ പരിപാടി. ഒന്ന് പിടിച്ച് ഞാനിങ്ങനെ ആ ഷീറ്റും ഒന്ന് പിടിച്ച് കൊടുത്തു, അപ്പോൾ തന്നെ അതിങ്ങനെ സ്ക്രൂ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ല ഇങ്ങനെ കാത്തിരിക്കുന്നു, ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ചിട്ടെ. അപ്പോൾ മഴയൊക്കെ കാരണമാണ്. മഴ കാരണം മാത്രമല്ല, ഇതിൻ്റെ കാല് കുഴിച്ചിട്ടിട്ട് അതൊന്ന് ഉറക്കിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്തതിന് ശേഷമാണ് അങ്ങനെ 3-4 ദിവസം അത് ഉറക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. അങ്ങനെ അതൊക്കെ ഉറച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ളൊരു മതിൽ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ മറ്റ് മതിലുകൾ നമ്മൾ മതിൽ പണിയുന്നതിനെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറവാണ് കേട്ടോ. പിന്നെ നമുക്ക് ടെമ്പററി ആയിട്ടും ഇതിങ്ങനെ ചെയ്യാമല്ലോ. ഇതൊന്ന് ചെയ്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വലിയ മതിൽ പണിയാണെങ്കിൽ പണിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആക്കാം. ബാക്ക് സൈഡിലൊക്കെ ആകുമ്പോൾ ഇത് നിൽക്കുന്ന അത്ര നാൾ നിൽക്കട്ടെ എന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കണം കേട്ടോ. അപ്പോൾ മൗഗ്ലി കൂട്ടനെയാണെങ്കിൽ ഒരു സമാധാനമില്ലേ. സ്ക്രൂ ചെയ്യുന്ന സൗണ്ടും ഒക്കെ കേട്ടിട്ട് മൗഗ്ലി കൂട്ടനും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ കിടക്കണുണ്ട് കേട്ടോ അലക്കല്ലിന്മേ. അപ്പോൾ അമ്മയും ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സ്ക്രൂ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ മതിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കോഴിമക്കൾ കുറച്ചും കൂടി സേഫാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ അയൽപക്കത്തെ കോഴികളായാലും വല്ലപ്പോഴൊക്കെ അതിലേ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു നായ ഇതിലേ ചാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും പാതിര സമയമായിരുന്നു. അങ്ങനെ കോഴിമക്കളൊക്കെ പേടിച്ചിരുന്നു കേട്ടോ. ഞാൻ ജനൽ തുറന്ന് നോക്കിയപ്പോൾ കോഴിക്കൂടിൻ്റെ താഴെ ഒരു നായ വന്നിരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കണ്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. പിന്നെ ഷീറ്റ് മതിലൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഒരു ചക്ക ഇട്ടും കഴിഞ്ഞിട്ട് അതൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് മഞ്ഞൾ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്കുപ്പേരിയും കട്ടൻ ചായയും കഴിക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞ് ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് നന്നാക്കി കഴിഞ്ഞപ്പോൾ നന്നാക്കാനിരിക്കാനായിട്ട് മടി തോന്നും കേട്ടോ. കാരണം ചെറുതുമാണ്, കയ്യുമൊക്കെ പശയും കാര്യങ്ങളാവും. എന്നാലും പിന്നെ മഴയില്ലാത്ത കാരണം ഇങ്ങനെ പുറത്തിരുന്നും കഴിഞ്ഞിട്ട് അത് നന്നാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റി കേട്ടോ. അങ്ങനെ അത് കാച്ചിയെടുത്തപ്പോൾ നോക്കി ഇത്രേനാണ് ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് വെള്ളമെങ്കിൽ നമുക്ക് സ്വാദ് കൂടുതലായിട്ട് തോന്നുമല്ലോ. അപ്പോൾ രമേശ് ചേട്ടൻ വന്നപ്പോൾ മുറുക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസം മുൻപ് വാങ്ങിയ റസ്ക്കാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു മഴയൊക്കെ തുടങ്ങല്ലേ, വല്ല പനിയൊക്കെ വന്നാൽ പൊട്ടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ പനിയൊന്നും വന്നില്ലെങ്കിലും പൊട്ടിച്ച് കഴിച്ചു കേട്ടോ ഞാനതിൽ നിന്ന്. അപ്പോൾ രമേശ് ചേട്ടൻ വരുന്നതിന് മുൻപ് തന്നെ അതേ കിടക്കുകയാണ്. 2 ആൾക്കാർ ഇങ്ങനെ കാത്ത് കിടക്കുകയാണ്. മൗഗ്ലി റിയ കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലിമോളുണ്ടല്ലോ, അല്ലിമോള് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ മുകളിൽ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം. ഇന്ന് രാവിലെ വെളുപ്പിന് 4 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനലൊക്കെ തുറന്നപ്പോൾ നല്ലൊരു ഫ്രഷ് എയറാണ് വരുന്നത്. 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ എഴുന്നേൽക്കാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കൊരു യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിനാണ് നേരത്തെ എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ ചോറും കറിയും അതുപോലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശബ്ദം ഉണ്ടാക്കാണ്ട് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. പക്ഷേ ഈ വെള്ളം തുറന്ന് കിടന്ന ശബ്ദം കേട്ടിട്ട് രമേശ് ചേട്ടനും എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിട്ടായി പിന്നെ ജോലി ചെയ്യില്ല കേട്ടോ. അപ്പോൾ ജനൽ തുറക്കുന്ന സൗണ്ട് കേട്ടത് ജനലിൽ കൂടെ ചാടി നമ്മുടെ മൗഗ്ലി കൂട്ടനും അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിലും ഉറക്കം വന്നിട്ട് പാടില്ല കേട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ ആയിട്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കസാരയിൽ കിടക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് കണ്ണ് തുറന്ന് നോക്കും, വീണ്ടും ഉറങ്ങും, അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, മോൻ പോയി കിടന്നോ, എന്തിനാണ് ഇങ്ങനെ ഉണർന്ന് എഴുന്നേറ്റിരിക്കണേന്ന്. പക്ഷെ കുഞ്ഞിന് കാണണം കേട്ടോ ഞാനിങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇഡലി ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉണ്ടല്ലോ മാവ് പൊന്തിയോ എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ മാവൊക്കെ പൊന്തിയൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ മാവ് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇളക്കണം കേട്ടോ. ഞാൻ ഈ ഒരു സമയത്താണ് ഉപ്പ് ഇടാറ് കേട്ടോ. മുൻപേ ഞാൻ ഉപ്പിട്ട് ഇളക്കിയൊന്നും വെക്കാറില്ല കേട്ടോ തലേ ദിവസം. അപ്പോൾ വേഗം ഇഡ്ഡലിയും ആവും. അങ്ങനെ അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുളിയും കഴിഞ്ഞിട്ടല്ലോ. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ സാരി എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ സാരിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ ആണെങ്കിലും തലേ ദിവസമൊക്കെ അരച്ച് വെച്ച് അപ്പോൾ അത് റെഡി ആയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എന്നതാ വയ്ക്കണ്ടേ എന്നുള്ളതൊക്കെ നമ്മൾ
കരുതി കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒക്കെ നമ്മൾ മുൻകൂട്ടിയൊക്കെ ചെയ്ത് വെച്ചാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ രാവിലെ എഴുന്നേറ്റിട്ട് അപ്പം നോക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇരുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. പിന്നെ ആ കൺഫ്യൂഷനായിരിക്കും, എന്താ വെക്കേണ്ടത്, ഏതാ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് അല്ലേ ഓരോ യാത്രകളും നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇന്നാണെങ്കിൽ അവധിയും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് യാത്രയ്ക്ക് പോകാമെന്ന് തന്നെ ഒരുങ്ങിയത് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് അങ്ങനെ മഴയില്ല കേട്ടോ ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ ഒരു മഴക്കോളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും, പക്ഷെ അങ്ങനെ പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രകൃതിയൊക്കെയാണ്. അപ്പോൾ ഇന്നും കൂടി അങ്ങനെയാണെങ്കിൽ നല്ല സുഖമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടല്ലോ 4:20 കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ നിക്കുമോനിങ്ങനെ കൂവുന്നുണ്ട്. അപ്പോൾ ആ കൂവൽ കേട്ടിട്ട് അകലെ നിന്ന് ഏതോ ഒരു കോഴി മറുകൂവലൊക്കെ കൂവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സമയത്ത് എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ കോഴി മക്കൾക്കെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എങ്ങും പോകാനായിട്ടല്ല, എന്നാലും അവർ ആ കറക്റ്റ് ടൈമിന് തന്നെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും വിളിച്ചുണർത്തുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു കിട്ടുക. നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇതൊന്നും കേൾക്കുകയില്ല. അവർ ഈ സമയത്തൊക്കെ കൂവി വീണ്ടും കിടന്നുറങ്ങും. അപ്പോൾ ഈ സമയത്ത് കൂവണതൊന്നും നമ്മൾ കേൾക്കാറില്ല, കാരണം അതുപോലെ നമ്മൾ ഉറങ്ങായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കാഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ രമേശ് ചേട്ടൻ അരി ഇടാണ് കേട്ടോ. അപ്പോൾ അരിയും കൂടിയിട്ട് അപ്പോൾ ഈ സമയത്ത് ഇഡലിയും ആയിക്കോളും. അപ്പോൾ ഞാൻ ഇനി എന്തായാലും കുളിക്കാനായിട്ട് പോവാം. അപ്പോൾ കായും പയറും ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു മോര് കറിയും കൂടി, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മോര് കറി ഉണ്ട്. ആ മോര് കാച്ചിയതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറികളായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.